മുന്നോർപ്പള്ളി പ്രദേശത്ത് ഏറെ ദിവസങ്ങളായി നിലനിൽക്കുന്ന ചില വിവാദങ്ങളും ചില പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോർപ്പള്ളിയിൽ ഇതുപോലെ ഒരു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിശദീകരണ യോഗം ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് മുന്നോർപ്പള്ളിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ്. ഈ പൊതുപ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ചില വിദ്വാൻമാരെ ഒന്ന് തുറന്നു കാണിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ. ഞങ്ങൾക്കറിയാം, മുന്നോർപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശം വർഷങ്ങളായി വളരെ സമാധാനത്തോടുകൂടി ഇവിടെ വിവിധങ്ങളായ മത വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടിയൊക്കെ ജീവിച്ചു വരുന്ന ഒരു നാടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാടിനെ ചില സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചിലരൊക്കെ വിനിയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പും കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മളിത് കുറേ അനുഭവിച്ച ആളുകളാണ്. ഈ കൂടെ കിടക്കുമ്പോഴാണ് രാപ്പനിയർ എന്ന് പറയുന്നത് കർമ്മന്മാർ പറയുന്നത്. അപ്പം ഞങ്ങൾ ഒരുപാട് രാപ്പനിയൊക്കെ അനുഭവിച്ച് കണ്ട ആളുകളാണ്. ഒരു 5 വർഷക്കാലം ഞങ്ങൾ നല്ലപോലെ ഈ ഭാണ്ഡം ചൊന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഈ ഭാണ്ഡം ഞങ്ങൾ തൽക്കാലം ഇറക്കി വയ്ക്കാൻ വേണം. ഈ നാടിന് ഭാഗമായി മാറുന്ന ഭാണ്ഡത്തെ ഞങ്ങളൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പം ഇത് ഇനി ആർക്ക് വേണമെങ്കിലും ചോക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനത് പറഞ്ഞത് ഈ മുന്നോർപ്പള്ളിയുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലൊരു വർഗീയ പ്രശ്നങ്ങളിലേക്ക് ഈ നാടിനെ ഇളക്കിവിടുന്ന ഒരു സ്ഥിതിവിശേഷം വീടാന്തരം കയറി ഇറങ്ങി മുന്നോർപ്പള്ളിയിലുള്ള ഈ നമ്മുടെ ഭഗവതി ശാസ്ത്ര ക്ഷേത്രം പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രതികരണം നടത്തി. എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും ഈ അമ്പലം പൊളിക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ പൊളിക്കാനോ അനുവദിക്കില്ല. അതിൻ്റെ ഒരു തരി മണ്ണൽ, ഒരു മണൽ പോലും അതുമ്പോൾ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. പക്ഷേ ഞങ്ങളെ വ്യാപകമായി ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി. ഇതൊന്നും ഇവിടത്തുള്ള ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനിവിടെ ദേവിയുടെ നടക്കിൽ നിന്നുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ അല്പം ശക്തിയുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ഈ ഭഗവതിക്ക്. അപ്പം അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ഞങ്ങൾ അറിയിക്കുന്നില്ല. ഞങ്ങൾക്കിവിടെ ഇവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഈ മുന്നോർപ്പള്ളിയിലെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒപ്പം നിന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തോടൊപ്പം ശ്രീ ജോണി മൈപ്പാനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും പ്രിയപ്പെട്ട ഇതിൻ്റെ കൺവീനർ ശ്രീ വർഗീസ് ചിറ്റപ്പള്ളി ഉൾപ്പെടെ ഞങ്ങൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിച്ച് പോകുന്ന ആളുകളാണ്. ബഹുമാന്യായ അങ്കമാലി MLA ശ്രീ റോജി എം ജോൺ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വിളിച്ചു ചേർത്ത ഒരു ചർച്ചയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോളിലെ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചത് തന്നെ. അദ്ദേഹം പറഞ്ഞത് അതിൽ ഞാനുൾപ്പെടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ വാർഡിൻ്റെ മെമ്പർ ജോണി മൈപ്പാൻ ഉൾപ്പെടെ വ്യാപാരിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീസ് ചിറ്റപ്പള്ളി, ശ്രീ KP പോളി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തവരാണ്. ആ MLA പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള പുറമ്പോക്ക് ഭൂമികളൊക്കെ ഒഴിപ്പിച്ച് ഒരു റോഡിൻ്റെ നിർമ്മാണം ഇവിടെ സാധ്യമല്ല, അത് അനിവാര്യമല്ല എന്നാണ് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞത്. ഇവിടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തത്തോടു കൂടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ അംഗീകാരത്തോടും അവരുടെ
അനുവാദത്തോടും കൂടി ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണം. അല്ലെങ്കിൽ ചില കാലതാമസങ്ങൾ സംഭവിക്കും. ഈ കാലതാമസം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങളത് ശിരസ വഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇവിടെയുള്ള പുറമ്പോക്ക് ഭൂമികളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് നിർമ്മാണം തുടങ്ങിയാൽ മതി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശ്രീ ജോണി മൈപ്പാനോടൊപ്പം ഞാൻ നിന്ന് ഇവിടുന്ന് നമ്മൾ അവിടെ നിന്നുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വടക്കലാൻ്റെ തോമസ് UK-ലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഫോണിൽ നിന്നും വീഡിയോ പിടിച്ച് അവൻ്റെ സ്ഥലം എടുക്കുന്ന അത്രയും ഭാഗം ചരട് കെട്ടി പിടിച്ച് UK-ലേക്ക് അയച്ചു കൊടുത്തിട്ട് തോമസ് അവിടെ നിന്നാണ് നമുക്ക് ഈ റോഡിന് പെർമിഷൻ തന്നത്. അത്രമാത്രം നമ്മളോട് വിശ്വാസ്യത കാണിച്ചുകൊണ്ടാണ് നമുക്ക് ആ സ്ഥലം വിട്ടുവരാൻ തയ്യാറായത്. അതുപോലെ തന്നെ ഇവിടെ പൊക്കത്തെ ജംഗ്ഷനിലുള്ള 2 വ്യക്തികളുടെ സ്ഥാപനങ്ങളുണ്ട്. അവിടെ കട നടത്തുന്ന CP പോളി, അതുപോലെ തന്നെ പച്ചയുടെ തോമസിൻ്റെ മകൻ്റെ മറ്റേ മനുവിൻ്റെ കടയുണ്ട്. ഇതൊക്കെ പുറമ്പോക്ക് ഭൂമിയിലാണ്. ഈ CP പോളി എന്ന വ്യക്തിയുടെ കടയുടെ പകുതി ഭാഗവും പുറമ്പോക്കാണ്. അവർക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഈ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് വർഗീസ് ചിറ്റപ്പള്ളി ഒരു നിലപാടെടുത്തു. ഒരു വ്യാപാരിയുടെ പോലും സ്ഥാപനങ്ങൾ പൊളിച്ച് അവൻ്റെ അരിയിൽ മണ്ണ് വാരിയിട്ടിട്ട് ഒരു വികസനം നമുക്ക് ചെയ്യണ്ട, അവരെ കൂടി ഉൾപ്പെടുത്തി ഉള്ള പ്രവർത്തനങ്ങൾ മതി. ഞാൻ വർഗീസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇതുപോലെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിയത് തന്നെ. അപ്പോൾ അവർക്ക് അവരുടെ കടകൾക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ, എന്നാൽ അവിടുന്ന് 1 മീറ്റർ റോഡ് അവിടുന്ന് എടുത്ത് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ്. എത്ര തെറി ഞങ്ങൾ കേട്ടുമെന്നറിയോ? ഇപ്പോൾ ഞാൻ ഇവിടെ ജോണിച്ചേട്ടൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മൈപ്പാൻ ജോണി ഞാൻ ഒരുപാട് തെറി കേട്ടു അതിൻ്റെ പേരിൽ. പക്ഷേ എന്നാലും നമുക്ക് അത്രയും ഭാഗം പൂർത്തീകരിച്ച് ബിനോയിയുടെ ആ സൈഡ് 1 മീറ്റർ എടുക്കാൻ സാധിച്ചു. അതുപോലെ 300 പള്ളി കപ്പളയുടെ കുറച്ച് ഭാഗം എടുത്തു. അങ്ങനെ അവിടെയുള്ള കടകളുടെ ഒക്കെ എടുത്തു. ഇവിടെ നെൽസൺ ചേട്ടൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം അദ്ദേഹം ഒരു 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും 1 മീറ്റർ തന്നെ വീതിയിൽ, ചില സ്ഥലത്ത് ഒരു 80 സെൻറ്റിമീറ്റർ അങ്ങനെ എടുത്ത് ഇവിടം വരെ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സന്തോഷൻ്റെ കടയുടെ അവിടെ മൂലലേശം എടുത്തു പോയാൽ നമുക്ക് ഇവിടുന്ന് ഒരു വാഹനം സുഖമായിട്ട് തിരിഞ്ഞ് ഈ റോഡിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയ വണ്ടി വന്നാൽ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ നമ്മളിവിടുന്ന് ഈ കുട്ടൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗവും ഈ സന്തോഷൻ്റെ കുറച്ച് ഭാഗവും അങ്ങനെ എടുത്തു പോയാൽ നമുക്ക് മനോഹരമായിട്ട് ഈ ഭാഗം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ ഇത് ആ 2 ഭാഗം കൂടി ഇനി പൂർത്തീകരിക്കാനുണ്ട്. മാത്രമല്ല നമ്മൾ മുകളിലെ ജംഗ്ഷനിൽ അവിടെയുള്ള എല്ലാ കുടിമരങ്ങളും നീക്കം ചെയ്തു. ഇപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ അതിൻ്റെ ഇപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കൊടിമരമുണ്ട്. അപ്പോൾ ആ 2 കൂടി അവിടെ നീക്കം ചെയ്താൽ അവിടെ മുകളിൽ നമുക്ക് അത്യാവശ്യം ഒരു സംവിധാനം ആ തോടിനോട് കുറുകെ ഒരു കമ്പിയും ഗ്രില്ലൊക്കെ ഇട്ട് നമുക്ക് അതിന് ഇത്രയും മനോഹരമാക്കി അവിടെ അത്രയും പ്രദേശം ടൈലൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കി തീർത്താൽ നമ്മുടെ 300 പള്ളി പ്രദേശം അല്പം ഒരു കാണാൻ ഒരു ആളുകൾക്ക് യാത്രക്കാർക്ക് വന്ന് നിൽക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അവിടെ ഒരു യാത്രക്കാർക്ക് കയറിയിരിക്കാൻ പറ്റില്ല. അവിടെ പല ബിസിനസ്സുകളൊക്കെ അവിടെ നടക്കാം. അവിടെ വന്ന് ബസ്സിനകത്ത് നിന്ന ആളുകൾക്ക് പുറത്താണ്. അപ്പോൾ നമ്മൾ ആ തോടിന് കുറുകെ ചെറിയൊരു പാലം കൂടി നിർമ്മിച്ച് അവിടെ മനോഹരമായി നമുക്കൊരു ഒരു ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് അത് പ്രദേശത്ത് മാറ്റാം എന്ന് ബഹുമാനപ്പെട്ട വർഗീസ് ചിറ്റപ്പള്ളി തന്നെയാണ് അങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചത്. ഞങ്ങൾ ആലോചിച്ചു, അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അങ്ങനെ നടപ്പിലാക്കാനുള്ള ഒരു ആലോചന കൂടി വന്നു. ഇത് എങ്ങനെയോ നമ്മുടെ വികസന നായകൻ്റെ ചുവട്ടിലെത്തി. അപ്പോഴാണ് ആ പരിപാടി അവിടെ മുടക്കിയിട്ടു. ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലാണ് അവിടെ അതങ്ങോട്ട് മുടങ്ങുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൽ വേറെ കഥയൊന്നുമില്ല. ഇവിടെ താനല്ലാതെ ഒരു വികസനം നടക്കരുത്, തൻ്റെ പേരല്ലാതെ ഇവിടെ ഒന്നും നടക്കരുത്. പേര് സ്വാഭാവികമായിട്ടും ആരുടെ പേര് വരും? ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പേര് കിട്ടൂല, അദ്ദേഹത്തിനാണ് അതിൻ്റെ പേര് വരാം ഇത്രയും കൂടി നടന്ന. അപ്പോൾ ഇത് ഒരിക്കലും നടക്കരുതെന്ന് ഇദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു. സത്യത്തിൽ അതാണ് ഇപ്പോൾ അത് മുടങ്ങി കിടക്കണം. അല്ലെങ്കിൽ ഈ പണി കൂടിയാണ് നടന്നു പോയത്. ഇപ്പോൾ ഇവിടെ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള എല്ലാ ആളുകളെയും ചില നുണപ്രചരണങ്ങൾ നടത്തി ഇവിടെ അങ്ങനെ മുടക്കിയിട്ടേക്കാം. 1 മാസം കൂടി കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനം കഴിയും. അപ്പോൾ അതുവരെ അങ്ങനെ കിടക്കട്ടെ എന്നുള്ളൊരു ധാരണയാണ്. ഇതൊക്കെ നിങ്ങൾ
ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ റോഡ് നിർമ്മാണത്തിൽ ഞങ്ങൾ ആരും ഒരു എതിരല്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ഇത് ഒപ്പിച്ച് ഇതുപോലെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. ഈ താഴത്തെ റോഡുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ പൊക്കത്ത് നമ്മൾ ആരെങ്കിലും ഒഴിപ്പിച്ചോ? അവിടെ പുറമ്പോക്ക് സ്ഥലമുള്ള കട ഉടമകൾ, ആളുകളുടെ വീടുകളിലുള്ള ആളുകളൊന്നും നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഈ തോടിന്റെ വീതി നിങ്ങൾക്കറിയാമോ? ഈ ഇതിലെ പോകുന്ന തോട് കണ്ണമ്പൊലി തോട് എന്ന് പറയും. അതിനെ സാത്താൻ തോടും കൂടി നമ്മൾ അറിയപ്പെടും. ഈ തോടിന്റെ വീതി 4 മീറ്റർ 5 മീറ്ററാണ്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ രേഖകൾ തരാം. ഇവിടെ അതിൻ്റെ ഈ മുന്നൂർപ്പിൽ പ്രദേശത്ത് ആ വീതി ഉണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് നിങ്ങളിത് കഴിയുമ്പോൾ പോയി നോക്കിക്കോ. ഈ പറയുന്ന നമ്മുടെ പന്തലുകാരൻ പോളേട്ടൻ്റെ ഉടമസ്ഥയിലുണ്ടായ ആ തോടിൻ്റെ ഭാഗം കെട്ടിയെടുത്തേണ്ട അവർ കൃത്യമായിട്ട് അവിടെ ഒരു 5 മീറ്റർ വീതിയുണ്ട്. ബാക്കി ഒരു സ്ഥലത്ത് ഈ വീതിയില്ല. അവിടെ പോളേട്ടനായിട്ട് ഇന്നലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ പോളേട്ടനോട് ഞാൻ പറഞ്ഞു, പോളേട്ടൻ്റെ ആ സ്ഥാപനത്തിൻ്റെ അവിടെ മാത്രം എന്താ ഇത് വീതി കുറച്ച് ഇങ്ങനെ ഇട്ടേക്കണേ, ബാക്കിയല്ല വീതി അത്യാവശ്യം വീതി ഉണ്ടല്ലോ, ബാക്കിയൊന്നും വീതിയില്ല. പോളേട്ടൻ പറഞ്ഞേ പന്തലക്കാരൻ പള്ളിക്ക് അത്യാവശ്യം ഭൂമി ഇവിടെ ഉണ്ട്, ആദ്യം ഭൂമി വേണ്ടാണ്. അത് തമാശയായിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ തോട് നമ്മളൊന്ന് നോക്ക്. അപ്പോൾ അവിടെ ആരൊക്കെ പുറമ്പോക്ക് കൈകയറിയിരിക്കണേ? ഇതിവിടെ മാത്രമേ ഈ കയ്യേറ്റം നടന്നിട്ടുള്ളൂ. അപ്പോൾ കയ്യേറ്റം നടന്നിട്ട് എല്ലാം നമുക്ക് ഒഴിപ്പിക്കണ്ടേ? അവിടെ നിന്ന് തുടങ്ങിയുള്ള എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ എന്താ തയ്യാറാവാത്ത? മുകളിൽ ഒരു നിയമവും താഴ്ത്തു നമുക്ക് വേറെ നിയമം. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണണമെന്ന്. നമുക്ക് എല്ലാവരും ഒരുപോലെ വേണ്ട. അല്ലാതെ ഇവിടെയുള്ള വ്യാപാരികൾ വേണം, ഇവിടെയുള്ള കച്ചവടക്കാർ വേണം, ഇവിടെ ഒരു വീട്ടുകാർ വേണം, ഇവിടെ മറ്റ് നമ്മുടെ അമ്പലം വേണം, എല്ലാം നമുക്ക് വേണമെന്നേ. അങ്ങനെയല്ലേ നമ്മൾ വികസനം ചെയ്യണ്ടേ? അല്ലാണ്ട് ഇവിടെ ഒന്നും പാടില്ല, ഇവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണം, ഇവിടെ പട്ടയം കിട്ടേണ്ട, ഇവിടെ 2-3 പേർക്ക് ഇവിടെ ഒക്കെ പട്ടയമുണ്ട് മുന്നൂർപ്പള്ളിയിൽ. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണം. ഇവിടെ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളുന്നതേ. നമുക്കിവിടെ ഓട്ടോറിക്ഷക്കാർക്ക് സംവിധാനം വേണം, ഇവിടെ റോഡ് വേണം, എല്ലാം നമുക്ക് ഉണ്ടാക്കണം. അത് സമവായത്തിലൂടെ നമുക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. അതിലേ വേണ്ടേ? അല്ലാതെ ഒരു വിഭാഗത്തെ വെറുപ്പിച്ച് മറ്റൊരു വിഭാഗത്തിൻ്റെ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിവിടെ. അപ്പോൾ ആ ഒരു നയം നമുക്കിവിടെ സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ മാറിയെന്നോളാം, ചെയ്തോട്ടെ. ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരെ മാത്രം ഇവിടെ ആരും അവരുടെ മുഴുവൻ പേരൊന്നും ഏറ്റെടുക്കണ്ട. അവരെ ഞങ്ങൾ കൂടി അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ, അവർ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളല്ലേ, അവരൊന്നും പുറത്തുള്ള ആളുകളല്ല. അവരെയും ഇവിടെ വേണം നമുക്ക്. അവരെയും നമുക്ക് ഇവിടെ തന്നെ അവരെ നമുക്ക് വേണ്ട സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി മിനിഞ്ഞാന്ന് ഞങ്ങൾ MLA കാണാൻ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KP പോളിയും ഞാനും വർഗീസ് ചുറ്റപ്പള്ളി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ MLA പോയി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയിട്ടൊന്നും ഇപ്പോൾ രാത്രി തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് വന്ന് പരിഹരിക്കും ഒരുപക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം അങ്ങനെ നടക്കും. അപ്പോൾ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരെയും നമ്മൾ അനാഥരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർ തെറ്റായ ധാരണയൊന്നും വെച്ച് പുലർത്തേണ്ട. അവരെ ഭംഗിയായി തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന്, അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ മാറിന്നോളാം, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ കൂടെ നിന്നോളാം. പക്ഷേ ഇവിടെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ നയം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ നയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വേലകളൊന്നും കാണിച്ച് ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. ഇതിവിടെ വിലപ്പോകില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ കൂടുതൽ